പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ നമ്മുടെയൊക്കെ വലിയ രീതിയിൽ എല്ലാ പത്രങ്ങളും പ്രധാനമായും നൽകിയിരിക്കുന്നത് നിയമസഭയിലെ സഭ പിരിഞ്ഞുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. നമ്മൾ മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ പരിഹാരമില്ലാതെ ഭരണപ്രതിപക്ഷ തർക്കം, സഭ പിരിഞ്ഞു. നടുത്തളത്തിൽ 5 പ്രതിപക്ഷ അംഗങ്ങളുടെ സത്യാഗ്രഹം 1.5 മണിക്കൂർ സർക്കാർ പാസ്സാക്കിയത് 6 ബില്ലുകൾ എന്നാണ് മലയാള മനോരമ പ്രധാന തലക്കെട്ടായി ഇന്നത്തെ ദിവസത്തെ കൊടുത്തിരിക്കുന്നത്. അവരുടെ ലീഡ് വാർത്ത, മനോരമയുടെ ലീഡ് വാർത്ത ഇത് തന്നെയാണ്. സഭ പിരിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് വാർത്ത. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയുടെ തലക്കെട്ടാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രതിപക്ഷ പ്രതിഷേധം, സഭയടച്ച് സർക്കാർ. മാതൃഭൂമിയുടെ തലക്കെട്ട് എങ്ങനെയാണ്? നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി, 8 ദിവസത്തെ നടപടി പൂർത്തിയാക്കിയത് 31 മിനിറ്റിൽ. അനിശ്ചിതകാലത്തേക്ക് സഭ പിരിഞ്ഞു എന്നാണ് മാതൃഭൂമി പറയുന്നത്. മാതൃഭൂമിയുടെ തലക്കെട്ടാണ് ഇത്. ലീഡ് വാർത്തയിൽ അവർ പ്രധാനമായും നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതിപക്ഷ പ്രതിഷേധം, സഭയടച്ച് സർക്കാർ. ഒപ്പം തന്നെ മാതൃഭൂമി മറ്റൊരു ലീഡ് വാർത്ത നൽകുന്നു: ഉത്തരേന്ത്യയിൽ ഭൂചലനം എന്നുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു ലീഡ് വാർത്തയായി മാതൃഭൂമി നൽകുകയാണ്. നേരെ ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ സർക്കാർ അനുകൂല പത്രമായ അല്ലെങ്കിൽ പാർട്ടി പത്രമായ ദേശാഭിമാനി സഭയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്: കലാപം തുടർന്ന് പ്രതിപക്ഷം, സഭ മുടക്കി. അവരുടെ ഹെഡ്ലൈൻ അങ്ങനെയാണ്: ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് ദേശാഭിമാനി പറയുന്നു. തുടർച്ചയായി 7ാം ദിവസവും സഭ തടസ്സപ്പെടുത്തി. സ്പീക്കറുടെ റൂളിംഗും വെല്ലുവിളിച്ചു. ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കേണ്ടി വന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതെ രാഷ്ട്രീയ ലാഭത്തിനായി പ്രതിപക്ഷം നിയമസഭയെ തുടർച്ചയായി കലാപഭൂമിയാക്കിയതോടെ ബജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കി എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഈ പ്രധാന വാർത്തകളിൽ നിന്ന് നമുക്ക് നേരെ മറ്റൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്തയിലേക്ക്, അതായത് മുഖ്യധാര മലയാള പത്രങ്ങളെല്ലാം അകത്തളങ്ങളിൽ കൊടുത്തപ്പോൾ കേരള കൗമുദി അടക്കമുള്ള പത്രങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത, അതായത് ചർച്ച ചെയ്യേണ്ട ഒരു വാർത്തയാണ്. ആ വാർത്ത ഇപ്രകാരമാണ് നൽകിയിരിക്കുന്നത്: തൂക്കുകയറിന് പകരമെന്ത്? കേരള കൗമുദി നൽകിയിരിക്കുന്ന വാർത്തയാണ്. അതായത് വധശിക്ഷയില്ലാതെ മറ്റ് ശിക്ഷകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നടപ്പിലാക്കാൻ നോക്കണമെന്നുള്ള ഒരു വാർത്തയാണ് കേരള കൗമുദി നൽകിയിരിക്കുന്നത്. കേരള കൗമുദിക്ക് പുറമെ ടൈംസ് ഓഫ് ഇന്ത്യയും ഈ വാർത്ത അതീവ ഗൗരവത്തോടെ നൽകിയിട്ടുണ്ട്. ഹാങ്ങിങ് ആസ് മോഡ് ഓഫ് എക്സിക്യൂഷൻ, എസ്.കെ എഗ്രീസ് ടു റീലുക്ക് വാലിഡിറ്റി ഓഫ് ഹാങ്ങിങ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നു. കേന്ദ്രത്തോട് സുപ്രീം കോടതി അതിൻ്റെ വാദങ്ങൾ എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യയും നൽകുന്നത്. അതായത് വേദന കുറഞ്ഞ വധശിക്ഷ രീതി, തൂക്കുകയറാണോ മികച്ച രീതി, മാനുഷികമായ ബദൽ രീതികളുണ്ടോ, തൂക്കിക്കൊല്ലുമ്പോഴുള്ള വേദന, മരണത്തിനോടെടുക്കുന്ന സമയം, മറ്റ് രാജ്യങ്ങളിലെ വധശിക്ഷ രീതികൾ, ഇവയെല്ലാം ഏതൊക്കെയാണ് എന്നുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഈ കൗമുദി, കേരള കൗമുദിയും ടൈംസ് ഓഫ് ഇന്ത്യയും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഈ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഒപ്പം തന്നെ മംഗളത്തിൽ സുപ്രധാനമായ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത, അവരുടെ മാത്രം എസ് നാരായണൻ തിരുവനന്തപുരത്ത് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്: ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ആകും. അതായത് ഇപ്പോഴത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ആകുമെന്നാണ് എസ് നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് മേധാവിയായി കെ പത്മകുമാറിനും ഷെയ്ഖ് ദർവേഷ് സാഹിബിനും സാധ്യത എന്നും മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. സെക്രട്ടറിയും DGPയും വിരമിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്ഥാനത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി വരുന്നു. ഡോക്ടർ VP ജോയി വിരമിക്കുന്ന ഒഴിവിൽ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി ആകുമെന്നാണ് എസ് നാരായണൻ തിരുവനന്തപുരത്ത് പറയുന്നത്. ടൂറിസം സെക്രട്ടറിയെ ബില്ല ആഭ്യന്തര സെക്രട്ടറി ആകും. സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് വിരമിക്കുന്ന ഒഴിവിൽ പോലീസ് ആസ്ഥാനത്തെ ADGP കെ പത്മകുമാറിനാണ് സാധ്യത. സീനിയോറിറ്റി മറികടക്കാനാണ് രാഷ്ട്രീയ തീരുമാനമെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനും നറുക്ക് വീണേക്കാം. ഇവർക്ക് പുറമെ നിധി അഗർവാൾ, ഒപ്പം തന്നെ ഹരിനാഥ് മിശ്ര എന്നിവർക്കും സാധ്യതയുണ്ട് എന്നും ഈ മംഗളത്തിൻ്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടറിൽ, അതായത് എസ് നാരായണൻ്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടറിൽ അവരുടെ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയിൽ
ബൈലൈൻ ഉൾപ്പെടെയുള്ള ലീഡ് വാർത്തയിൽ പറയുന്നു. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു സുപ്രധാന വാർത്ത, ഏപ്രിൽ 1 മുതൽ ഇന്ധനത്തിനും മദ്യത്തിനും വാഹനത്തിനും വിലയേറുമെന്നുള്ള ഒരു ലീഡ് വാർത്ത തിരുവനന്തപുരത്ത് നിന്നും PK മണികണ്ഠൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. മദ്യത്തിനും ഇന്ധനത്തിനും സെസ്, ഭൂമിയുടെ ന്യായവിലയ്ക്കും കെട്ടിട നികുതിയും കൂടും, കോടതി ഫീസ് വർധന ഒഴിവാക്കി, നിരക്ക് വർധന 1 മുതൽ സാധാരണക്കാരൻ്റെ പോക്കറ്റ് കീറും, ബജറ്റ് നിയമസഭയിൽ പാസാക്കി എന്ന ലീഡ് വാർത്ത തിരുവനന്തപുരത്ത് നിന്നും PK മണികണ്ഠൻ റിപ്പോർട്ട് ചെയ്യുന്നു. മദ്യത്തിനും ഇന്ധനത്തിനും ബജറ്റിൽ പ്രഖ്യാപിച്ച സെസ് ഏപ്രിൽ 1 മുതൽ ഈടാക്കും. ഇതിനു പുറമെ ഭൂമിയുടെ ന്യായവില, വാഹന നികുതി തുടങ്ങിയ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളുടെ ബജറ്റ് ചൊവ്വാഴ്ച നിയമസഭ പാസാക്കി. അതേസമയം ബജറ്റിൽ പ്രഖ്യാപിച്ച കോടതി ഫീസുകളുടെ വർധനവ് മാറ്റിവെച്ചു. ക്ഷേമ പെൻഷൻ നൽകാനുള്ള അധിക ധനസമാഹരണം എന്ന നിലയ്ക്കാണ് മദ്യത്തിനും ഇന്ധനത്തിനും സെസ് ഈടാക്കാൻ സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ടിൽ ബജറ്റ് പ്രഖ്യാപിച്ചത് എന്നതടക്കമുള്ള ഉള്ളടക്കങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി മാതൃഭൂമിയും ഈ പ്രധാന വാർത്തയെ നൽകുന്നു. മറ്റൊന്ന് ദീപിക, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന CMA സഭയുടെ പത്രം കൂടിയായ ദീപിക പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് ലീഡ് വാർത്തയായി നൽകുന്നു. അത് കഴിഞ്ഞ ദിവസം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാംബാനി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. റബ്ബറിന് 300 രൂപ നൽകുകയാണെങ്കിൽ BJPക്ക് വോട്ട് നൽകാമെന്നൊരു സുപ്രധാന കാര്യം പറഞ്ഞിരുന്നു. അത് ഇന്ന് ദീപിക പ്രധാനപ്പെട്ട ഇതുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നു. റബ്ബറിന് വിലസ്ഥിരതാ ഫണ്ടിൽ സർക്കാർ ചിലവഴിച്ചത് 33 കോടി മാത്രമാണ് എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് ദീപിക അവരുടെ ലീഡ് വാർത്തയായി നൽകുന്നത്. ഒപ്പം തന്നെ കർഷകർക്കൊപ്പം നിലനിൽക്കുന്ന ഒരു പത്രമാണ് ദീപിക. അതുകൊണ്ട് തന്നെ ഈ റബ്ബർ പ്രശ്നത്തിൽ ദീപിക ഈ സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു ലീഡ് വാർത്തയാണ് ദീപിക ഇന്ന് നൽകിയിരിക്കുന്നത്. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിൽ സർക്കാർ ചെലവഴിച്ചത് 33 കോടി രൂപയാണ് എന്നാണ്. മറ്റൊരു ദേശീയ ദിനപത്രമായ ദ ടെലിഗ്രാഫ് ഈ കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് പറഞ്ഞൊരു കാര്യം ലീഡ് വാർത്തയായി ദ ടെലിഗ്രാഫ് നൽകിയിരിക്കുന്നു. അതായത് കേരള ബിഷപ്സ് BJP റബ്ബർ ട്രേഡ് ഓഫ് എന്ന് അവരുടെ ഒരു ലീഡ് വാർത്തയായി 1-ാം പേജിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും KM രാഗേഷിൻ്റെ ബൈലൈനോടുകൂടെ ഈ ഒരു സുപ്രധാന വാർത്ത, അതായത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ദ ടെലിഗ്രാഫ് ഇന്ന് വാർത്ത നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. കേരള ബിഷപ്പ് ഓപ്പൺ ഓഫർ എ ലോക്സഭ സീറ്റ് ഓഫ് ദ BJP in exchange for the higher minimum support price for rubber has provoked service criticism from the Christian community, with one of group calling is an act killing the soul of the farmers movement എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി ടെലിഗ്രാഫ് ഈ വാർത്ത നൽകുന്നു. അത് എടുത്തു പറയേണ്ടതാണ്. KM രാഗേഷാണ് ഈ വാർത്ത നൽകുന്നത്. മറ്റൊന്ന്, മലയാളികൾ എപ്പോഴും കെണിയിൽപ്പെടുന്നു എന്ന മലയാളികളുടെ ഏറ്റവും തട്ടിപ്പിനിരയാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്നും AS ഉല്ലാസ് മനോരമയ്ക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു. ഓൺലൈൻ തട്ടിപ്പിലൂടെ കേരളത്തിന് നഷ്ടം പ്രതിമാസം 10 കോടി രൂപ എന്നാണ്. ഈ ഓൺലൈൻ തട്ടിപ്പ് ഇടപാടുമായി ബന്ധപ്പെട്ട സൈബർ സെല്ലിനടക്കം നിരവധി തവണ പരാതികളൊക്കെ ലഭിച്ചുവെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മനോരമ ഇന്നൊരു ലീഡ് വാർത്തയായി, പ്രത്യേകിച്ച് സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത്. അതൊരു ലീഡ് വാർത്തയായി മനോരമ നൽകിയിരിക്കുന്നത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ കേരളത്തിന് നഷ്ടമായത് പ്രതിമാസം 10 കോടി രൂപ, ദിവസേന ശരാശരി 30 ലക്ഷം രൂപയാണ് നഷ്ടമാവുന്നത്. ഇരകൾ കൂടുതൽ കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ. കഴിഞ്ഞ 6 മാസത്തെ കണക്കുകളിൽ ഓരോ മാസവും ഓൺലൈൻ തട്ടിപ്പിലൂടെ മലയാളികൾക്ക് നഷ്ടമായത് ശരാശരി 10 കോടി രൂപ വീതം. നാഷണൽ ക്രൈം, സൈബർ ക്രൈം പോർട്ടൽ, സംസ്ഥാന സൈബർ സെൽ സ്റ്റേഷൻ എന്നിവയിൽ ലഭിച്ച പരാതികളുടെ കണക്കുകൾ മാത്രമാണിത്. ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്നവരുടെ പണം നഷ്ടമാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ ഹെൽപ്ലൈൻ നമ്പറായ 1930 വന്ന പരാതികളുടെ കണക്കെടുത്താൽ ദിവസവും ശരാശരി 20 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് ഉല്ലാസ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയ ഒരു വാർത്തയാണ്. ഒപ്പം തന്നെ മനോരമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കൊച്ചിൻ ദേവസ്വം ബോർഡ് വീണ്ടും നിയമന വിവാദക്കുരുക്കിൽ എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശ്ശൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവേകാനന്ദ കോളേജിൽ മന്ത്രിയുടെ താല്പര്യത്തിൽ നിയമനമെന്ന പരാതി. കൊച്ചിൻ ദേവസ്വം ബോർഡ് വീണ്ടും നിയമന വിവാദങ്ങളുടെ കുരുക്കിലേക്ക്. ബോർഡിന് കീഴിലെ കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ കാലാവധി കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിൽ അതിവേഗ നിയമനം നടത്തിയെന്നാണ് അവരുടെ മറ്റൊരു ലീഡ് വാർത്തയായി പറയുന്നത്.
ഇനി എഡിറ്റോറിയലിലേക്ക് വരാം. പത്രങ്ങളുടെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ, അതായത് പത്രങ്ങളുടെ നിലപാടുകൾ പറയുന്നതാണ് എഡിറ്റോറിയൽ. അത്തരത്തിൽ മംഗളത്തിൻ്റെ എഡിറ്റോറിയലിലേക്ക് വരികയാണ്. മംഗളം ഇന്ന് വലിയ ഒരു എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ തലശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് പ്ലാമ്പാനി BJP നയിക്കുന്ന വാർത്ത, അത് മംഗളത്തിൻ്റെ ഒരു എഡിറ്റോറിയലായി BJP-യിലേക്ക് പോകുന്നു. അതായത് പിന്തുണ നൽകുന്ന ഒരു വാർത്ത എഡിറ്റോറിയലായി നൽകുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ കാർട്ടൂണിലേക്ക് വരികയാണെങ്കിൽ മംഗളത്തിൻ്റെ കാർട്ടൂൺ, പ്രതിപക്ഷ സമ്മേളനം അവസാനിപ്പിച്ച സർക്കാർ മംഗളത്തിൻ്റെ കാർട്ടൂണാണ്. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്: നേരത്തെ പോയാലേ നേരത്തിനെത്തൂ, സെമി ഹൈസ്പീഡാണ്. ഒരു കാർട്ടൂൺ, രസകരമായ ഒരു കാർട്ടൂണാണ് മംഗളത്തിൻ്റെ കാർട്ടൂൺ. ഇന്നത്തേക്ക് വാർത്താ ചിത്രത്തിലേക്ക് വരികയാണ്. മംഗളത്തിൻ്റെ രഞ്ജിത്ത് ബാലൻ, തൃശ്ശൂരിൽ എഡിഷനിലെ രഞ്ജിത്ത് ബാലൻ, ഒരു മനോഹരമായ ഒരു ഫോട്ടോയാണ് ഇന്നത്തെ വാർത്താ ചിത്രത്തിൽ. ഈ പുഴയും കടന്നെന്ന തലക്കെട്ടോടുകൂടെ രഞ്ജിത്ത് ബാലൻ എടുത്ത ഒരു ചിത്രം. വീണ്ടും ഒരു ദിനം കൂടി. വർഷകാലത്ത് പോലും പലയിടത്തും നിറഞ്ഞൊഴുകാത്ത ഭാരതപ്പുഴ ഈ കടുത്ത വേനൽ മണൽ കാടുകളായി മാറിയിരിക്കുകയാണ്. അവശേഷിക്കുന്ന നീർച്ചാലുകൾ തൂണിലാക്കി വീടുകളിലേക്ക് മടങ്ങുകയാണ്. കൊയ്ത്തും മടങ്ങുകയാണ് എന്നുള്ള രീതിയിൽ രണ്ട് അമ്മമാരുടെ ഫോട്ടോ സഹിതം തലയിൽ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നു. ഒപ്പം പ്രായാധിക്യമുള്ള ഒരു വയോധിക അതിലേക്കൂടെ പോകുന്നു. തൃശ്ശൂർ പൈക്കുളത്ത് നിന്നുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞ് രഞ്ജിത്ത് ബാലൻ്റെ ഒരു ചിത്രം. ഇതാണ് ഈ പത്രങ്ങളിലൂടെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആതിര.